ഹലോ, ഐ എം ബാക്ക്. കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അച്ഛനോട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ബാക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള പരിപാടി? ഇന്നത്തെ എന്ന് പറയുന്നത് ഫുൾ CG ആണ്. എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു സംഭവം കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അസിസ്റ്റന്റ്, ബാക്കി കൂടെ ഉള്ള ടീം ഏതാണ്, ടീം ആരാണ് എന്നൊക്കെ ഉള്ളത് കാണാം. യെസ് ബാബാ, അടുത്തോട്ടോ. ഇത് നമ്മുടെ ഡയറക്ഷൻ ടീം. ശ്രീതേട്ടൻ, നന്ദു ചേട്ടനാണ് ആക്ച്വലി വിളിക്കേണ്ടത്, പക്ഷെ കാണുമ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നാറില്ല. കാര്യങ്ങൾ സെറ്റപ്പ് എല്ലാം നടന്നു വരുന്നേ ഉള്ളൂ. സെറ്റപ്പ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ ഒരു ചായ ബ്രേക്കിന് വന്നതല്ലേ? അതെ. ബാക്കി നിങ്ങൾ വഴിയേറി. അർജുന ബ്രോയാണ് എന്നുള്ളതാണ്, പിന്നെ പുള്ളി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു 63 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ഷൂട്ട് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇനി 10 ദിവസത്തെ ഷൂട്ട് കൂടെ ബാലൻസ് ഇട്ട് നമുക്ക് കുറച്ചേ ഉള്ളൂ. പാച്ചാണ് എല്ലാം, പല വഴികളാണ്. കുറച്ച് ഫൈറ്റും ചേസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പാച്ചാണ്. അതെ, അതെല്ലാം പാച്ചാണ്. ഒരു 120 പേര് ഒക്കെ വരുന്ന ഒരു പാച്ച്. അതെ, 120 വരുന്ന ഒരു ചെറിയ പാച്ച്. ആക്ച്വലി ഏതാ പടം നമ്മൾ പറഞ്ഞില്ല. വരവ് നമ്മളെ ജോജു ചേട്ടൻ ഹീറോ ആയിട്ട്, എന്റെ സ്വന്തം അച്ഛൻ ഡയറക്ട് ചെയ്ത്, ഞാൻ ചെറിയായിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്തു ഡയറക്ടറായി. നമ്മുടെ പടം കാണുമ്പോൾ പുള്ളിയെ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യല്ലേ? എന്നെ നോട്ട് ചെയ്യുന്നവർക്ക് ഗീവ് അവേ ഈ ഫോൺ കൊടുക്കും. ഈ ഫോൺ പടത്തിൽ നോട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും. എന്നെ കണ്ടുപിടിക്കുന്നവർക്ക് ഗീവ് അവേ ഈ ഫോൺ. തെറ്റാണ്. ഇപ്പൊ കണ്ടുപിടിക്കുന്നവര് ഗീവ് അവേ. പടത്തിൽ എന്തായാലും സംഭവം ഉണ്ട്, അത് ഉറപ്പാണ്. നിന്റെ ചാനലിലാണ് വരാൻ പോകണം. അതെ, എന്റെ ചാനലിൽ പേര് നന്ദു ശൂരനാണ്. ബാക്കി നമുക്ക് വഴി അറിയാം. അതെ, വഴി അറിയാം. അത് മാത്രം മതി. എങ്ങനെ ചെയ്ത വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ നന്ദു, എന്താ പരിപാടി? നന്ദു ഒരു സീൻ എടുക്കാൻ മറന്നുപോയി, പ്രിന്റ് അടിക്കാൻ. വേറെ ഐഡിയ പറയാനും പറ്റത്തില്ല. സീൻസ് ഒന്നും കാണണ്ട, എന്നാലും ഒരു സ്നീക്ക് പീക്ക്. ഒരു പന്ന പരിപാടി കാണിക്കരുത്. നിന്റെ അടുത്ത് ഞാൻ അവിടെ പോയിട്ട് എന്തോ ചെയ്യാനാ പറഞ്ഞത്? അതൊന്നുമില്ല നിന്റെ തല പോയത്. അല്ല, ഞാൻ വെട്ടിയെടുക്കുമായിരുന്നു. ഹലോ, ആക്ച്വലി ഇപ്പോൾ നമ്മൾ അരവിൻ്റെ പാച്ച് ഷൂട്ടിൽ തന്നെയാണ്. അന്ന് നമ്മൾ കണ്ടത് ഒരു 5 ദിവസം മുമ്പുള്ളതാണ്. ഇന്ന് ആക്ച്വലി നമ്മൾ എവിടെ, സ്ഥലം എവിടെ? ഇത് കാഞ്ഞിരപ്പള്ളിയിൽ എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എടുക്കുന്ന എല്ലാം വൻ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റാണ്. അതുകൊണ്ട് സിനിമ വരുമ്പോൾ ഇല്ല പ്രൊഡ്യൂസർ എന്നെ കോപ്പറേറ്റ് അടിക്കും. അതെ അല്ലേ? അതുകൊണ്ട് നമ്മളിപ്പോൾ മാറി നിന്ന്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ മാറി നിന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. റോഷനാണ്, പറഞ്ഞോ, കേൾക്കാം. അല്ല, ഇതിലിരിക്കുള്ള ബാക്കി ആൾക്കാർ വരാൻ പറഞ്ഞാൽ ഓക്കെ, ഞാനിപ്പോൾ പറയാം. സാർ എന്നാ കിടത്ത് தெரியாது. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്തെങ്കിലും പറ. അടുത്ത കഥ ഇല്ലേ? അത് പറഞ്ഞു. ഞാൻ ഇനി അത് പറഞ്ഞു, എന്നോട് പറഞ്ഞതല്ല. അത് ഉൾട്ട
ഹെഡ്ലൈറ്റ് ഓൺ ആക്കണം. കൊണ്ടുവന്നില്ലേ? ചേട്ടാ ഒരു പെരിയ വലിയ കല്ലുണ്ടോ? വലിയ കല്ല അയ്യോ അടിയില വെക്കാം. ഷേക്ക് பண்ண வேண்டாம், ஷேக் பண்ண போயிடும். അശി ആക്ച്വലി ഞാൻ ഈ ക്ലിപ്പ് ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കുള്ളൊരു കാര്യം മനസ്സിലായത്. അതായത് എന്താ കോണ്ടെക്സ്റ്റ് എന്ന് മനസ്സിലായിട്ടില്ല ഓഡിയൻസിന്. ഞാൻ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ടൈമിൽ ഇടയ്ക്ക് കുറച്ച് സ്പേസും കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ റാൻഡംലി ഷൂട്ട് ചെയ്യുന്ന കുറച്ച് കണ്ടന്റാണ് നിങ്ങൾ ഈ കണ്ടത്. വളരെ റാൻഡമായിട്ട് 5 സെക്കൻഡ് 10 സെക്കൻഡ് ഗ്യാപ്പിൽ ഷൂട്ട് ചെയ്ത കണ്ടന്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഫുൾ വർക്കായിരിക്കും. നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അപ്പം ഇത് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും ആ വീഡിയോക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള എക്സ്പ്ലനേഷൻ തരാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത കുറച്ച് കണ്ടൻസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതൊക്കെ തന്നെയാണ് ഒരു ബിഹൈൻഡ് എ ഫിലിം നടക്കുന്നത്. എനിക്ക് ഫുള്ളി നിങ്ങൾക്ക് എന്താണ് ഒരു കോണ്ടെക്സ്റ്റ് എന്നോ എന്താണ് ഇപ്പം ഈ നിങ്ങൾ കണ്ട വിഷ്വൽസിൽ നടന്നതെന്നോ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൽ കുറേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. റെസ്റ്റനായിട്ട് എന്ന രീതിയിൽ എനിക്കത് പുറത്തു വിടാനും പറ്റില്ല. എന്താണ് നമ്മുടെ ജോലി എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ല. കാരണം നമ്മുടെ ജോലികൾ പലവിധമാണ്. ആക്ച്വലി പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും ഓരോ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഓരോ അസോസിയേറ്റ്സ് ഉണ്ടാവും. അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ചീഫ് അസോസിയേറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന വഴി നമ്മളെ പണി കറക്റ്റായിട്ട് നമ്മൾ ചെയ്യും. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഷൂട്ട് എന്ന് പറയുന്നത് മെയിൻ ഷൂട്ടല്ല, അത് കഴിഞ്ഞിട്ടുള്ള പാഡ് ഷൂട്ടിൽ നടന്ന കാര്യങ്ങളാണ്. ബാക്കി നിങ്ങൾ സിനിമയിൽ വരുമ്പോൾ ഈ വിഷ്വൽസും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമയിൽ കാണുമ്പോഴും ഇത് കാണുമ്പോഴും മനസ്സിലാവും. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്.